പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക്. ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തുക. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത് തീർത്തും ആശ്വാസകരമാണ്. അദ്ദേഹം എപ്പോഴത്തേക്കെത്തും? നേരിട്ട് അദ്ദേഹം അവിടുത്തെ സാഹചര്യം കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അദ്ദേഹം എന്നത്തേക്ക് വയനാട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അരുൺ, ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കാനുള്ള സാധ്യത. നാളെ SPG അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വയനാട് സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തും, അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം തീയതി അന്തിമ തീരുമാനം ഉണ്ടാകുക. ശനിയാഴ്ച എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തുന്നു എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. തീയതിയുടെ കാര്യത്തിൽ കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല. എങ്കിലും ശനിയാഴ്ച അദ്ദേഹം വയനാട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടും കേരളത്തിലേക്ക് വരാനുള്ള സന്നദ്ധത പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ശനിയാഴ്ച അദ്ദേഹം എത്തും. ഏറ്റവും പ്രധാനം, സംസ്ഥാനത്ത് ഇത്രയധികം ദുരന്തമുണ്ടായിട്ടും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും കേന്ദ്രം അനുകൂല നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല. പ്രധാനമന്ത്രി സന്ദർശനം അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജോർജ് കുര്യനും സുരേഷ് ഗോപി, രണ്ട് സഹമന്ത്രിമാർ നേരത്തെ വയനാട് സന്ദർശിച്ചിരുന്നു. അവർ സ്വാഭാവികമായും PMOയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അവിടുത്തെ സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അവിടെ എത്തുകയും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്താൽ സംസ്ഥാനത്ത് അത് കൂടുതൽ ആശ്വാസമാകുമെന്ന ഉറപ്പാണ്. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമടക്കം അതിലൂടെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അത്രയധികം വലിയ ദുരന്തമാണ് സംസ്ഥാനം നേരിടുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വലിയ സഹായം വയനാടിന് സംസ്ഥാനത്ത് ലഭിക്കും. അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെ വയനാട് ജനതയും കേരളവും കാണുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാനം നോക്കിക്കാണുന്നത്. ഏറ്റവും പ്രധാനമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കേണ്ടതും അനിവാര്യമാണ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.